ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്കസ് ദി ഡോക്ട്രീൻ ഓഫ് സൂപ്പർവിനിങ് ഇംപോസിബിലിറ്റി അല്ലെങ്കിൽ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട് വിത്ത് എക്സംഷൻസ് ആണ്. അപ്പൊ എന്താണ് ഡോക്ട്രീൻ ഓഫ് സൂപ്പർവിനിങ് ഇംപോസിബിലിറ്റി അഥവാ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെർഫോമൻസ് ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും പെർഫോം ചെയ്തിരിക്കണം. ഇൻ കേസ് നമുക്കത് പെർഫോം ചെയ്യാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇംപോസിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ സൂപ്പർവിനിങ് ഇംപോസിബിലിറ്റി ഓർ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയാറുള്ളത്. According to section 56 of the Indian Contracts Act, a contract become void when after it is made its performance become impossible or unlawful due to events beyond the control of the parties ആണ്. അപ്പോൾ ഒരു കോൺട്രാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കോൺട്രാക്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പൊ അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂപ്പർവിനിങ് ഇംപോസിബിലിറ്റി ഓർ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുള്ളത്? ആ ഒരു സൂപ്പർവിനിങ് ഇംപോസിബിലിറ്റി സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ പറയുന്നുണ്ട്. അതായത് എന്ത് ചെയ്യാം, നമ്മളൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ആ ഒരു സബ്ജക്ട് അതിൽ വന്നിട്ടുള്ള സബ്ജക്ട് എന്താണ് ഡിസ്ട്രോയിഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു ഹോള് ബുക്ക് ചെയ്തു, ഒരു കൺസേർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് ബുക്ക് ചെയ്യാണ്. പക്ഷെ ആ ഒരു ഇവന്റ് നടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഒരു ഫയർ ആക്സിഡന്റില് ആ ഹോള് മൊത്തം അവിടെ ഡിസ്ട്രോയിഡ് ആയിപ്പോയി. ആൻഡ് ഇൻ കേസ് നമ്മൾ പറഞ്ഞ ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ കൺസേർട്ട് നടത്താൻ സാധിക്കില്ല, ഇമ്പോസിബിൾ ആണ് അല്ലെ. ആ ഒരു ഇവന്റ് നടത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എന്താണ് ആ ഒരു കോൺട്രാക്ട് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യാണ്, നമ്മൾ എൻഡ് ചെയ്യും. അപ്പൊ ആ ഒരു സബ്ജക്ട് മാറ്റർ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ആണ്. അതായത് if the contract depends on a person personal skill or ability, death or serious illness discharges the contract. അപ്പൊ ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു പേഴ്സന്റെ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പിന്നീട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിംഗർ അല്ലെ, പാട്ട് പാടാം എന്ന് കിട്ടു, പക്ഷെ ആ ഒരു ഇവന്റ് നടക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നിട്ട് എന്താണ് പാടാൻ പറ്റാതെ ആയി വരിക. അപ്പൊ എന്താണ് പിന്നീട് നമുക്ക് ആ ഒരു പറഞ്ഞ ടൈമിൽ അത് നടത്താൻ പറ്റും? ഇല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു പേഴ്സണൽ ഇൻകപ്പാസിറ്റി കാര്യങ്ങൾ വരുന്ന സമയത്ത് കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ദെൻ ചേഞ്ച് ഇൻ ലോ ആണ്, അതായത് ലോയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങൾ അല്ലെ. ചിലപ്പോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിരിക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നു. ദെൻ ഡിക്ലറേഷൻ ഓഫ് വാർ ആണ്. ചിലപ്പോൾ നമ്മുടെ എനിമി കൺട്രിക്ക് ആയിട്ടായിരിക്കും കോൺട്രാക്ട്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വാറ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് അതിനുശേഷം നമ്മൾ ആ ഒരു എനിമി കൺട്രിയുമായിട്ട് നമ്മൾ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ? ഇല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലും കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി, ചേഞ്ച് ഇൻ ലോ ആൻഡ് ഡിക്ലറേഷൻ ഓഫ് വാർ. ഇനി അതിന്റെ എക്സംഷൻസ് പറയുന്നുണ്ട്. അതായത് വെൻ കോൺട്രാക്ട് ഈസ് നോട്ട് ഡിസ്ചാർജ്ഡ്, നമുക്ക് ഒരിക്കലും കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഡിഫിക്കൽറ്റി ഓഫ് പെർഫോമൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺട്രാക്ട് നമ്മൾ സെറ്റ് ചെയ്തു, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പാർട്ടീസ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് അത് ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. അപ്പൊ അത്തരം എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ്. ആ ഒരു ഡിഫിക്കൽറ്റി ഓഫ് പെർഫോമൻസ് നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് അവിടെ പറയാൻ സാധിക്കില്ല. ദെൻ കൊമേഴ്ഷ്യൽ ഇംപോസിബിലിറ്റി പറയുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ലെസ് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ അത് ലോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ഡിഫാൾട്ട് ഓഫ് എ തേർഡ് പാർട്ടിയാണ്. ഡിഫാൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ എന്ത് ചെയ്യാണ്,
ആ ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നത് ഫെയിലിയർ ആവുകയാണ്. ഫെയിലിയർ ഓഫ് എ തേർഡ് പേഴ്സൺ ഓൺ ഹൂം ദ പ്രോമിസർ ഡിപ്പെൻഡഡ് ഈസ് നോട്ട് എ വാലിഡ് എക്സ്ക്യൂസ് ഫോർ നോൺ പെർഫോമൻസ് ആണ്. അപ്പൊ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് തേർഡ് പാർട്ടിയുടെ ആ ഒരു ഡിഫോൾട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ദെൻ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട്. Right, strike or lockout do not automatically discharge a contract unless the contract specifically provide for it. ഒരു സ്ട്രൈക്ക് ആണ് അല്ലെങ്കിൽ ലോക്കൗട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് എന്താണ് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാണ്ടിരിക്കാനോ പറ്റില്ല. അപ്പൊ ഇത്തരം കേസസ് ആണ് അതിന് എക്സെംഷൻസ് ആയിട്ട് പറയുന്നത്. ഡിഫിക്കൽറ്റി ഓഫ് പെർഫോമൻസ്, കൊമേഴ്ഷ്യൽ ഇംപോസിബിലിറ്റി, ഡിഫോൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി ആൻഡ് സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ, അപ്പൊ എന്താണ് സൂപ്പർവീനിങ് ഇംപോസിബിലിറ്റി അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞുള്ള പെർഫോമൻസ് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെയാണ് നമ്മൾ സൂപ്പർവീനിങ് ഇംപോസിബിലിറ്റി അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഡിസ്കസ് ദി വേരിയസ് മോഡ്സ് ഇൻ വിച്ച് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്ഡ് ആണ്. അപ്പൊ ഒരു കോൺട്രാക്ട് ഏതൊക്കെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സിലൂടെ നമുക്കത് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ലോങ്ങർ ബൗണ്ട് ടു പെർഫോം ദെയർ ഒബ്ലിഗേഷൻ അണ്ടർ ദി കോൺട്രാക്ട് ആണ്. നമ്മൾ ആ ഒരു കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻസ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, അവിടെ പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ മെയിൻ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് പറയുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ബൈ പെർഫോമൻസ്, അതായത് രണ്ട് പാർട്ടീസും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോമിസസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മ്യൂച്വലി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പൊ ബൈ പെർഫോമൻസ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ദെൻ ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്സ് ആണ്. അതായത് പാർട്ടീസ് എന്താണ് ചിലപ്പോൾ അത് എൻഡ് ചെയ്യാന് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുത്താൻ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു മ്യൂച്വൽ എഗ്രിമെന്റോട് കൂടിയിട്ടാണ്. ഇപ്പൊ നൊവേഷൻ പറയുന്നുണ്ട്, അതായത് ഒരു പുതിയ കോൺട്രാക്ട് ആ ഒരു ഓൾഡ് കോൺട്രാക്ട് ഒരു പുതിയ കോൺട്രാക്റ്റുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെസിഷൻ ക്യാൻസലിംഗ് ദി കോൺട്രാക്ട്, ആൾട്രേഷൻ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തുന്നുണ്ട്, റെമിഷൻ അതായത് പ്രോമിസ് ചെയ്യുന്നതിനേക്കാൾ ആ ഒരു ലെസർ ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് വേവർ ആണ് ഗിവിംഗ് അപ്പ് എ ലീഗൽ റൈറ്റ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ അവർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെന്റ്സിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ലാപ്സ് ഓഫ് ടൈം ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ രണ്ടുപേരും അവരുടെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്യാം. ദെൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോമിസറുടെ ഡെത്തോ അല്ലെങ്കിൽ അവരുടെ ഇൻസോൾവൻസി, മേർജർ ഓഫ് ദി ലോവർ റൈറ്റ് ഇൻ ടു ദി ഹയർ റൈറ്റ്സ്. അപ്പൊ ഇത്തരം കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ട് കാര്യങ്ങൾ അവിടെ എൻഡ് ചെയ്യുന്നത്. അതാണ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആയിട്ട് പറയുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമുക്ക് ആ ഒരു കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി കാര്യങ്ങൾ ഇമ്പോസിബിൾ ആണ് പെർഫോം ചെയ്യാനെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ആ ഒരു കോൺട്രാക്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. If one party fails to perform their obligation, the other party is discharged from further performance. അപ്പോൾ ഒരു പാർട്ടി എന്താണ്, അവരുടെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്യാം. അതാണ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആയിട്ട് പറയുന്നത്. അപ്പൊ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ എൻഡ് ചെയ്യുന്നു. ആൻഡ് ഫർദർ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് ഡിഫറെന്റ് മോഡ്സിലൂടെ നമുക്ക് ചെയ്യാം. ബൈ പെർഫോമൻസ്, അതുപോലെ തന്നെ ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആൻഡ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ ഇത്തരം രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ടും ആ ഒരു കോൺട്രാക്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാറുള്ളത്.
അപ്പൊ എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് ഡിസ്കസ് ദി റെമഡീസ് അവൈലബിൾ ടു ആൻ അഗ്രീവ്ഡ് പാർട്ടി ആണ്. അപ്പൊ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലെ നമ്മൾ പറഞ്ഞു, കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കെയോ വെൻ വൺ പാർട്ടി ഫെയിൽസ് ഓർ റെഫ്യൂസസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ അക്കോർഡിംഗ് ടു ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ആണ്. അപ്പൊ ആ ഒരു കോൺട്രാക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിലൊരു പാർട്ടി എന്താണ് അതിന്റെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ട് അവിടെ ബ്രേക്ക് ചെയ്യുക. അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നോക്കൂ. എ അഗ്രീസ് ടു ഡെലിവർ ഗുഡ്സ് ടു ബി. എ എന്ത് ചെയ്യാണ്, ബിക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യാമെന്നുള്ള അഗ്രി ചെയ്തു. അതും 1st ജൂണിന് കൊടുക്കാമെന്നത്. പക്ഷെ എന്താണ്, ഡെലിവറി ചെയ്യുന്നത് ഫെയിലായി. അപ്പൊ എന്താണ് ദിസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അഗ്രീവ്ഡ് പാർട്ടി, അതായത് അവിടെ ഒരു പാർട്ടിക്ക് എന്താണ് ഒരു ഇഞ്ചുറി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ലോസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് അവൈലബിൾ ആയുള്ള റെമഡീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് റെമഡീസ് ആയിട്ട് പറയുന്നത്? റെമഡീസ് അവൈലബിൾ ടു അഗ്രീവ്ഡ് പാർട്ടി പറയുന്നുണ്ട് റിസഷൻ ഓഫ് കോൺട്രാക്ട് ആണ്. അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അവിടെ എന്താണ് ബാക്കി ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഫുൾഫിൽ ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് അത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് അവരുടെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഡാമേജസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് കോമ്പൻസേഷൻസ് ആയിട്ട് ചോദിക്കാം. ഡാമേജസ് മേ ബി എന്താണ് ഓർഡിനറി ഡാമേജസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡാമേജസുകൾ ഉണ്ടായിരിക്കാം, വിൻഡിക്കേറ്റീവ് ഡാമേജസുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു നേച്ചർ ഓഫ് ഡാമേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കോമ്പൻസേഷൻസ് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സീക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആണ്. അപ്പൊ കോർട്ട് എന്ത് ചെയ്യാണ്, ദ കോർട്ട് ഓർഡേഴ്സ് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു പെർഫോം ദി കോൺട്രാക്ട് ആസ് അഗ്രീഡ്. ചിലപ്പോൾ കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിഫോൾട്ട് പാർട്ടീസിനോട് പറയാണ് ആ ഒരു സർട്ടൻ പീരീഡിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കോൺട്രാക്ട് പെർഫോം ചെയ്തിരിക്കണം എന്നുള്ളത്. ആൻഡ് ദിസ് റെമഡി ഈസ് യൂസ്ഡ് വെൻ മോണിറ്ററി കോമ്പൻസേഷൻ ഈസ് നോട്ട് ആഡിക്വേറ്റ്. അപ്പൊ ചില കോൺട്രാക്റ്റിൽ നമുക്കറിയാം പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ കോടതി ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പെർഫോമൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ആണ്. അപ്പൊ എന്താണ് ദ കോഡ് ഇഷ്യൂ ആൻ ഓർഡർ റീസ്ട്രെയിനിങ് എ പാർട്ടി ഫ്രം ഡൂയിങ് സംതിങ് ദാറ്റ് ഹി പ്രോമിസ് നോട്ട് ടു ഡു. അപ്പൊ ചില കേസസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോടതി എന്ത് ചെയ്യാണ്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പാർട്ടീസിന് എന്ത് ചെയ്യുന്നുണ്ട്, റീസ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ, കോടതി വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് ആണ്. ദാറ്റ് മീൻസ് as much is earned ആണ്. A person can claim reasonable payment for the work already done when the contract become void or is terminated before completion. അപ്പൊ ആ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, വോയിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ മൂലം ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുവരെ അയാൾക്ക് വന്നിട്ടുള്ള ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് വന്നിട്ടുള്ള കോമ്പൻസേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ സീക്ക് ചെയ്യാൻ, അതിനുള്ള റീസണബിൾ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് എഗ്രീഡ് ആയിട്ടുള്ള പാർട്ടിക്ക്, അതായത് ഇൻജേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്ന 2 പാർട്ടിയാണ്. അപ്പൊ എ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് അവിടെ നഷ്ടം വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ബി ആണ് അവിടുത്തെ എഗ്രീഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ എഗ്രീഡ് പാർട്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ള റെമഡീസുകളാണ് പറയുന്നത്. റിസഷൻ ഓഫ് ദി കോൺട്രാക്ട്, സ്യൂട്ട് ഫോർ ഡാമേജസ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ ആൻഡ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ ക്വാസി കോൺട്രാക്ട് ആൻഡ് എന്യൂമറേറ്റ് ദി ടൈപ്സ് ഡീൽസ് വിത്ത് അണ്ടർ ദി ഇന്ത്യൻ ലോ ആണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ക്വാസി കോൺട്രാക്ട് ഈസ് നോട്ട് ആൻ ആക്ച്വൽ കോൺട്രാക്ട്. അതൊരു ആക്ച്വൽ കോൺട്രാക്ട് അല്ല, പക്ഷേ ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ബൈ ലോ ടു പ്രിവെന്റ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് ആണ്. That means no one should benefit unfairly at another person expenses. അപ്പൊ മറ്റൊരാളുടെ ചെലവിൽ നമുക്ക് എന്താണ്
അൺഫെയർ ആയിട്ട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും പൊസസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്വാസി കോൺട്രാക്ട്സിൽ പറയുന്നത്. ഒരു ആക്ച്വൽ കോൺട്രാക്ട്സ് അല്ല. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? നോ വൺ ഷുഡ് ബെനിഫിറ്റ് അൺഫെയർലി അറ്റ് അനദർ പേഴ്സൺ എക്സ്പെൻസസ് ആണ്. ഓക്കെ, മറ്റൊരാളുടെ എക്സ്പെൻസസിൽ ഒരാളും എന്താണ് ആ ഒരു ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അൺഫെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്സ് പറയുന്നുണ്ട്. അതായത് സപ്ലൈ ഓഫ് നെസസിറ്റീസ് ആണ്. അതായത് എ പേഴ്സൺ സപ്ലൈയിങ് നെസസിറ്റീസ് ടു എ മൈനർ ഓർ ആൻ ഇൻകോമ്പീറ്റന്റ് പേഴ്സൺ ക്യാൻ റിക്കവർ ദി എക്സ്പെൻസസ് ഫ്രം ദാറ്റ് പേഴ്സൺ പ്രോപ്പർട്ടി. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു മൈനർക്ക് ആവശ്യമായുള്ള ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടർ, ക്ലോത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, നെസസിറ്റീസ് കാര്യങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ആ ഒരു എക്സ്പെൻസസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ആ ഒരു എക്സ്പെൻസസ് കാര്യങ്ങൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് സപ്ലൈ ഓഫ് നെസസിറ്റീസ് ആയിട്ട് പറയുന്നത്. ദെൻ പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആണ്. പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ പറയുന്നുണ്ട് എന്താണ്, എ പേഴ്സൺ ഹൂസ് പേസ് മണി ഓൺ ബിഹാഫ് ഓഫ് അനദർ ടു പ്രൊട്ടക്ട് ഹിസ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ക്ലെയിം റീഇംബേഴ്സ്മെന്റ്. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, മറ്റൊരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എ പേഴ്സൺ ഹൂ പേസ് മണി ഓൺ ബിഹാഫ് ഓഫ് അനദർ, മറ്റൊരാളുടെ ബിഹാഫിൽ പകരമായിട്ട് എന്ത് ചെയ്യാണ്, ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കാര്യങ്ങൾ ചെലവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ ഒരു എമൗണ്ട്, നമുക്ക് ചെലവായുള്ള എമൗണ്ട് കാര്യങ്ങൾ അവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആയിട്ട് പറയുന്നത്. ദെൻ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്സ് ആണ്. അതായത് ഇഫ് എ പേഴ്സൺ റിസീവ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലോഫുൾ ആക്ട്സ് ഡൺ ബൈ അനദർ ഹി മസ്റ്റ് പേ ഫോർ ഇറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പൊ ഒരു സാധനം കളഞ്ഞു പോയിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തി തരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാണ്, നമുക്ക് ആ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻസ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ലോഫുൾ ആക്ട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ലോഫുൾ ആക്ടിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എ പേഴ്സൺ ഹൂ ഫൈൻഡ്സ് ലോസ്റ്റ് ഗുഡ് മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദം ആൻഡ് ട്രൈ ടു ഫൈൻഡ് ദി ഓണർ ആണ്. നമുക്കൊരു സാധനം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കളഞ്ഞു കിട്ടിയ സാധനം നല്ല രീതിയിൽ സേഫ്റ്റിയോട് കൂടിയിട്ട് കീപ്പ് ചെയ്യാനും ആൻഡ് അതിന്റെ റിയൽ ഓണറെ കണ്ടെത്താനുള്ള ഡ്യൂട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ കൊയേഷൻ. നമ്മൾ മിസ്റ്റേക്ക് ആയിട്ടൊക്കെ ഇപ്പൊ GP ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്കൻലി എമൗണ്ട് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാറുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, ആ കിട്ടിയിട്ടുള്ള ആളുകൾ അത് റിട്ടേൺ ചെയ്യേണ്ടത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അത് പറയുന്നുണ്ട്, ആ ഒരു റിട്ടേൺ കിട്ടാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ. അപ്പൊ ഇതാണ് ക്വാസി കോൺട്രാക്ട് ആയിട്ട് പറയുന്നത്. ക്വാസി കോൺട്രാക്ട് ഈസ് നോട്ട് ആൻ ആക്ച്വൽ കോൺട്രാക്ട് ആൻഡ് അതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നോ വൺ ഷുഡ് ബെനിഫിറ്റ് അൺഫെയർലി അറ്റ് അനദർ പേഴ്സൺ എക്സ്പെൻസസ് എന്നുള്ളതാണ് ഈ ഒരു ക്വാസി കോൺട്രാക്ടിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ആൻഡ് അതിലെ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് പറഞ്ഞു, സപ്ലൈ ഓഫ് നെസസിറ്റീസ്, അതുപോലെ തന്നെ പേയ്മെന്റ് ബൈ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്സ് ആൻഡ് മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ കൊയേഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. അപ്പൊ എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആയിട്ട് പറയുന്നത്? നിങ്ങൾക്കറിയാം, ആർക്കെങ്കിലും അറിയാം എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി is an agreement in which one person promises to fulfill the obligation or pay debt of another person if that person fails to do so. നിങ്ങൾ ഗ്യാരണ്ടി നിൽക്കുക എന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരാൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് ഇപ്പൊ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ കടം വാങ്ങിയിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത്, ഇന്ന സമയത്തിനുള്ളിൽ അവൻ ആ ഒരു പണം തിരിച്ചു തരും, ഗ്യാരണ്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയാറുള്ളത്. is an agreement which one person promises to fulfill the obligation or pay the debt of another person if that person fails to do so. ആ ഒരു ഫെയിലിയർ എന്ത് ചെയ്യാണ്, ഡെപ്റ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതിൽ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് എന്താണ് മറ്റൊരാൾ പ്രോമിസ് ചെയ്യാണ്
ഡെപ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളൊരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി പറയുകയാണെങ്കിലോ, ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പേഴ്സൺ പ്രോമിസ് ടു കോമ്പൻസേറ്റ് അനദർ പേഴ്സൺ ഫോർ എനി ലോസ് സഫേർഡ് ബൈ ഹിം ആണ്. അപ്പൊ അവിടെ എന്താണ്, കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ അദ്ദേഹം വഴി എന്തെങ്കിലും ലോസ് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എ അതുപോലെ ബി എന്ന് പറയുന്ന പേഴ്സൺ, അപ്പൊ എ മൂലം ബിക്ക് എന്തായാണ് ലോസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എ പ്രോമിസ് ചെയ്യാണ് ബിനോട്, എന്ത് ചെയ്യാം, നിനക്ക് വന്നിട്ടുള്ള ലോസ് കാര്യങ്ങൾ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മീനിങ് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുടെ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് തേർഡ് പേഴ്സൺ ഡിഫാൾട്ട്, പേ ഇഫ് ദ തേർഡ് പേഴ്സൺ ഡിഫാൾട്ട് അല്ല, ഒരു പ്രോമിസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പാർട്ടീസ് പറയുകയാണെങ്കിലോ, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി പറയുകയാണെങ്കിൽ ടു പാർട്ടീസ്, അവിടെ രണ്ട് പാർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇൻഡെമിനിഫയർ ആൻഡ് ഇൻഡെമിനിറ്റി ഹോൾഡർ. ഓക്കെ, ഇൻഡെമിനിറ്റി ഫയർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെമിനിറ്റി ഹോൾഡർ ഉണ്ട്. ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണെങ്കിലോ ത്രീ പാർട്ടീസ് ആയിരിക്കും, ഷുവർട്ടി, പ്രിൻസിപ്പൽ, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഷുവർട്ടി അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, ഇങ്ങനെ മൂന്ന് പാർട്ടീസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് നമ്പർ ഓഫ് കോൺട്രാക്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണെങ്കിൽ അവിടെ വൺ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടായിരിക്കും. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണെങ്കിൽ അവിടെ എന്താണ്, ത്രീ കോൺട്രാക്ട് ഉണ്ടായിരിക്കും. അതായത് ഷുവർട്ടി പ്രിൻസിപ്പൽ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും, അതുപോലെ ഷുവർട്ടി ഡെപ്റ്റർ തമ്മിൽ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂന്ന് കോൺട്രാക്റ്റുകളായിരിക്കും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ലയബിലിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ഇൻഡെമിനിറ്റിയുടെ കേസിലാണെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറിയാണ്. ഗ്യാരണ്ടിന്റെ കേസിലാണെങ്കിലോ ലയബിലിറ്റി ഈസ് സെക്കൻഡറി ആൻഡ് അറൈസസ് ഓൺ ഡിഫാൾട്ട് ഓഫ് ഡെപ്റ്റർ. അതായത് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡെമിനിറ്റി അവിടെ എന്താണ്, പ്രൈമറി ലയബിലിറ്റി ആണ്. അതായത് നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ളത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആവുന്ന സമയത്തോ അവിടെ ആ ഒരു പാർട്ടി ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പേയ്മെന്റ് കൊടുക്കാം എന്നുള്ള ഒരു ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലെ. അപ്പൊ അതൊരു സെക്കൻഡറി ലയബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇൻഡെമിനിറ്റിയുടെ കേസിൽ നമുക്ക് എന്താണ്, അവിടെ റിക്വസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗ്യാരണ്ടി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിക്വസ്റ്റ്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, നിങ്ങളൊന്നും ഗ്യാരണ്ടി നിൽക്കുമോ. ഇപ്പൊ നമുക്ക് ബാങ്കിലൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ ഗ്യാരണ്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങളൊന്ന് ഗ്യാരണ്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലോണ് കാര്യങ്ങൾ കിട്ടുമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു റിക്വസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ കേസിൽ പറയുന്നുണ്ട്. ദെൻ റൈറ്റ് ടു സ്യൂ ആണ്. ഇൻഡെമിനിഫയർ കനോട്ട് സ്യൂ തേർഡ് പാർട്ടീസ് ഇൻ ഹിസ് ഓൺ നെയിം. എന്താണ്, അവിടെ നമുക്ക് ലീഗലി നമുക്ക് സ്യൂ ചെയ്യാനൊന്നും സാധിക്കില്ല ഇൻഡെമിനിറ്റിയുടെ കേസിലാണ്. കാരണം അത് നമ്മൾ സ്വമേധയാ പ്രോമിസ് കൊടുക്കുകയാണ് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളത് അല്ലെ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആകുമ്പോൾ എന്താണ്, അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു കൊടുക്കാനുള്ള എമൗണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ആ ഒരു ഫുൾഫിൽമെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഷുവർട്ടി ക്യാൻ റിക്കവർ ദി എമൗണ്ട് ഫ്രം ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണ്. ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഷുവർട്ടിക്ക് അവിടെ എമൗണ്ട് കാര്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിലൊരു പാർട്ടി എന്താണ്, ഒബ്ലിഗേഷൻസോ ഡെപ്റ്റോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാള് അത് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാനത് ഫുൾഫിൽ ചെയ്യാമെന്നുള്ള ഒരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാണ്, എ പേഴ്സൺ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ടു അനദർ, മറ്റൊരാൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ ബെയിൽമെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയസ് കൈൻഡ്സ്. അപ്പൊ എന്താണ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, according to section 148 of the Indian Contracts Act, bailment means the delivery of goods by one person to another for a specific purpose. നമ്മൾ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ ഗുഡ്സ് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ
അതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 പേഴ്സൺസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, ബെയിലർ ആൻഡ് ബെയിലി ഉണ്ട്. അപ്പൊ ബെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു ഡെലിവർ ദി ഗുഡ്സ് ആണ്. ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ആളെ നമ്മൾ ബെയിലർ എന്നും ആൻഡ് റിസീവ് ചെയ്യുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ബെയിലി എന്നും പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഡ്രൈ ക്ലീനർ നമുക്ക് എന്ത് ചെയ്യാണ്, ഡ്രൈ ക്ലീനർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത്സ് കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കത് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് പേർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഗുഡ്സ് അവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓൺ ദ ബേസ് ഓഫ് റിവാർഡ് ആണെങ്കിൽ ഗ്രാറ്റിറ്റിയസ് ബെയിൽമെന്റ് പറയുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണ് റിവാർഡോ അല്ലെങ്കിൽ കൺസിഡറേഷൻസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിന് നമ്മൾ എന്താണ്, നമ്മുടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ബുക്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകിച്ച് റിവാർഡ് അല്ലെങ്കിൽ കൺസിഡറേഷൻസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരിക്കും. ആൻഡ് നോൺ ഗ്രാറ്റിറ്റിയസ് ബെയിൽമെന്റ് ആണെങ്കിൽ എന്താണ്, റിവാർഡിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെഹിക്കിള് നമ്മൾ റിപ്പയറിന് കൊടുക്കുന്നു, അപ്പൊ നമ്മൾ അവിടെ പേയ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് അതിനുശേഷം റിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വെഹിക്കിള് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഓൺ ദ ബേസ് ഓഫ് റിവാർഡിന്റെ കേസിൽ പറയുന്നത്. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ബെനഫിറ്റ്സ് ആണെങ്കിലോ എക്സ്ക്ലൂസീവ് ബെനഫിറ്റ്സ് ഓഫ് ദി ബെയിലിയർ പറയുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ്, ബെയിലിയർക്ക് മാത്രമായിരിക്കും ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരിക്കാം. അത്തരം ബെയിൽമെന്റ്സ് ആണ് എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ദി ബെയിലിയർ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ക്ലൂസീവ് ബെനഫിറ്റ് ഓഫ് ദ ബെയിലി പറയുന്നുണ്ട്. അവിടെ എന്താണ്, ബെയിലിക്ക് ആയിരിക്കും ആ ഒരു കോൺട്രാക്റ്റിന്റെ ബെനഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബെയിൽമെന്റിന്റെ ബെനഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ മ്യൂച്വൽ ബെനഫിറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് 2 പാർട്ടീസിനും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബെനഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് മ്യൂച്വൽ ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ബെയിൽമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ആൻഡ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ റിവാർഡ് പറഞ്ഞു ആൻഡ് ബേസ്ഡ് ഓൺ ബെനഫിറ്റ്. ഇതാണ് ബെയിൽമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ബെയിൽമെന്റ് എത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നമ്മൾ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആൻഡ് പേർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് ബെയിൽമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിസ്കസ് ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ്. എന്താണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ് ആയിട്ട് പറയുന്നത്? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ്. അപ്പൊ എന്താണ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജന്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ഓഫ് ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ ആണ്. അപ്പൊ മറ്റൊരാളുടെ ബിഹാഫിൽ ആക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയാറുള്ളത്. ഇപ്പൊ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, റിയൽ ഓണർ ആണ്. ആ ഒരു റിയൽ ഓണറിന്റെ അഭാവത്തില് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അല്ലെ, ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം പേഴ്സണെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയാറുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടീസ് ഓഫ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്? അതായത് പ്രിൻസിപ്പൾസിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് ആൻഡ് അതുപോലെ തന്നെ ഹോണസ്റ്റ് ആയിട്ടും ഡ്യൂട്ടീസ് കാര്യങ്ങൾ പെർഫോം ചെയ്യുക. ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പളുമായിട്ട് ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ ആക്ട് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഹാൻഡ് ഓവർ മണി റിസീവ്ഡ് ആണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പളിന്റെ അഭാവത്തിൽ നമ്മൾ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പളിന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഇതാണ് ഏജന്റിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് റിയൽ ഓണർ ആയിരിക്കും. അപ്പൊ അയാളുടെ അഭാവത്തിൽ അയാളുടെ ആ ഒരു പകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഏജന്റ് ആയിട്ട് പറയുന്നത് അല്ലെ. ഏജന്റിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രിൻസിപ്പൾസിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കെയർ ആൻഡ് സ്കിൽ ഹോണസ്റ്റോട് കൂടിയിട്ട് ആക്ട് ചെയ്യുക. പ്രോപ്പർ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മണി റിസീവ്ഡ് അത് ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെ. ഇനി റൈറ്റ്സ് പറയുകയാണെങ്കിലോ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിൽ അവർക്ക് എന്താണ് റെമ്യൂണറേഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും എക്സ്പെൻസസ് കാര്യങ്ങൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കാര്യങ്ങളുണ്ട്. റൈറ്റ്സ് ഓഫ് ലിവ്
The agent can keep the principal good or document until his dues are paid. അപ്പൊ അദ്ദേഹത്തിന് കിട്ടാനുള്ള ഡ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നത് വരെ എന്താണ് ആ ഒരു പ്രിൻസിപ്പലിന്റെ ഗുഡ്സോ ഡോക്യുമെന്റ്സോ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് പറയുന്നുണ്ട്. ദെൻ കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് അല്ലെ, റൈറ്റ് ടു ഇൻഡിംനിറ്റി ആണ്, കോമ്പൻസേഷൻസ് കാര്യങ്ങൾ കിട്ടാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതാണ് ഏജന്റിന്റെ റൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണ്. അപ്പൊ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ സിമ്പിൾ ആണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ് ടു അനദർ പേഴ്സൺ ആൻഡ് ടേക്ക് ദം ടു ഇൻ ഹിസ് കസ്റ്റഡി ആണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു വാലറ്റ് നമുക്ക് കളഞ്ഞു കിട്ടി അല്ലെ, അപ്പൊ ആ വാലറ്റ് നമ്മൾ എടുക്കുന്നു, ആൻഡ് അതിന്റെ റിയൽ ഓണറെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ റിയൽ ഓണറെ കണ്ടെത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് നമ്മുടെ കസ്റ്റഡിയിൽ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ ഒരു ലോസ്റ്റ് ഗുഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയാറുള്ളത്. അപ്പൊ എന്തൊക്കെയായിരിക്കും അവരുടെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്? നിങ്ങൾക്ക് ഒരു വാലറ്റ് കളഞ്ഞു കിട്ടുകയാണെന്ന് വിചാരിക്കാം, എന്തായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത് അല്ലെ? ഒബ്വിയസ്ലി നമ്മളത് റീസണബിൾ കെയറോട് കൂടിയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ട്രൂ ഓണർ ആരാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. ആൻഡ് നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് യൂസ് ചെയ്യാനോ പാടില്ല. ആൻഡ് ആ ഒരു ഗുഡ്സ് മസ്റ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ചെയ്തിരിക്കണം. ഇതാണ് ഡ്യൂട്ടീസ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആയിട്ട് പറയാം. അപ്പൊ സിമ്പിൾ ആണ് അല്ലെ? അത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്? അതായത് റൈറ്റ് ഓഫ് ലീൻ ആണ്. അതായത് ആ ഒരു റിയൽ ഓണറെ കണ്ടെത്തുന്നത് വരെ, അയാൾക്ക് എക്സ്പെൻസസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിവാർഡ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് റൈറ്റ് ടു സെൽ ദി ഗുഡ്സ് ആണ്. നമ്മൾ ഒരുപാട് കണ്ടെത്തിയിട്ടും ആ ഒരു റിയൽ ഓണറെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത് പെരിഷബിൾ ആണ്. അതായത് അധിക ടൈം നമുക്കത് ഗുഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു ഗുഡ്സ് സെൽ ചെയ്യാനുള്ള ഓപ്ഷൻസും. ഇതാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു വാലറ്റിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, partnership is the relationship between two or more persons who agree to share the profits of a business carried on by all or any of them acting for all. അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെന്റോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട്സ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ സാധിക്കൂ. ദെൻ എഗ്രിമെന്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ ഒരു എഗ്രിമെന്റ്, രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെന്റ് അവിടെ മസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതൊരു ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം അവർ ക്യാരി ഔട്ട് ചെയ്തിരിക്കണം. ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം മസ്റ്റ് ആയിട്ടും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ എന്ത് പറയുന്നുണ്ട്? പ്രോഫിറ്റ്സ് കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യണം. ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ് ഷുഡ് ബി ഷെയർഡ് അമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. അപ്പൊ അവർ എഗ്രി ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ടായിരുന്നു അല്ലെ, അതിലെ പ്രോഫിറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ദെൻ മ്യൂച്വൽ ഏജൻസി ആണ്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. എവറി പാർട്ട്ണർ ഈസ് ബോത്ത് പ്രിൻസിപ്പൽ ഏജന്റ്. അപ്പൊ ഓരോ പാർട്ട്ണറും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രിൻസിപ്പൽ ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഏജന്റും ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഏജൻസി കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽ ഫീച്ചർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടായിരിക്കും, ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റി, ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം, പ്രോഫിറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ആൻഡ് മ്യൂച്വൽ ഏജൻസി കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പൊ എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വേരിയസ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, വേരിയസ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്, ആക്ച്വൽ ഓർ ആക്റ്റീവ് പാർട്ട്നേഴ്സ്. അപ്പൊ ആ ഒരു പേര് പോലെ തന്നെ എന്തായിരിക്കും, ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്നേഴ്സ് ആണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിലാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും അവർ നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ക്യാപിറ്റൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. പക്ഷെ മാനേജ്മെന്റിന്റെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിലൊന്നും അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കില്ല. അത്തരം പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്നേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നോമിനൽ പാർട്ട്നേഴ്സ് പറയുന്നുണ്ട്. അതായത് നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എ പേഴ്സൺ ഹു ഓൺലി ലെൻസ് ഹിസ് നെയിം ടു ദി ഫേം. അവിടെ എന്ത് ചെയ്യാണ്, അയാളുടെ പേര് മാത്രമേ ഫേംസിന് കൊടുക്കുന്നുള്ളൂ. ഹി ഡസ് നോട്ട് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ, ഷെയർ പ്രോഫിറ്റ്, ബട്ട് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ആണ്. അപ്പൊ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അവിടെ പാർട്ട്ണർ ആയിട്ട്, പക്ഷെ തേർഡ് പാർട്ടീസിന് എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. അത്തരം പാർട്ട്നേഴ്സ് ആണ് നോമിനൽ പാർട്ട്നേഴ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഓൺലി ആണെങ്കിലോ, പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യുന്നതിൽ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഓൺലി എന്ന് പറയുന്നത്. അപ്പൊ അവര് ലോസ് കാര്യങ്ങളൊന്നും എന്തിരിക്കില്ല, ഷെയർ ചെയ്യില്ല, അതിന് ലയബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട് പറയുന്നുണ്ട്. അവിടെ എന്താണ്, എ പേഴ്സൺ ഹു റെപ്രസെന്റ് ഹിംസെൽഫ് ആസ് എ പാർട്ട്ണർ ബൈ വേർഡ് ഓർ കണ്ടക്ട്. അപ്പൊ നമ്മുടെ വേർഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിലൂടെ ആളുകൾക്ക് തോന്നുകയാണ് അദ്ദേഹം ഈ ഒരു ഫേമിന്റെ പാർട്ട്ണർ ആണ് എന്നുള്ളത്. ആൻഡ് ഹി ഈസ് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഹു ഗീവ് ക്രെഡിറ്റ് ടു ദി ഫേം ബിലീവിംഗ് ഹിം ടു ബി എ പാർട്ട്ണർ. അപ്പൊ എന്താണ്, ഇപ്പൊ തേർഡ് പാർട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, തേർഡ് പാർട്ടീസിന് ലയബിൾ ആണ്, ആൻഡ് അതുപോലെ തന്നെ പാർട്ട്ണർ ആണ് എന്നുള്ളതായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ക്രെഡിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരം പാർട്ട്നേഴ്സ് ആണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് പറയുന്നത്. ആക്ച്വൽ ഓർ ആക്റ്റീവ് പാർട്ട്ണർ, സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, അതുപോലെ തന്നെ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി, ദെൻ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഓർ ഹോൾഡിംഗ് ഔട്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്വയം അദ്ദേഹം എന്ത് ചെയ്യാണ്, പാർട്ട്ണർ ആണ് എന്നുള്ള രീതിയിൽ അയാളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, അയാൾ പാർട്ട്ണർ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തേർഡ് പേഴ്സണും എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. ഇതാണ് ഡിഫറൻസ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അതിൽ പറയുന്നുണ്ട് ഡെസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡിസോൾവ് ചെയ്യാറുള്ളത്. ഡിസോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അത് ലീഗലി നമ്മൾ എൻഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുന്നത് പോലെ തന്നെ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഡിസോൾവ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ മോഡ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് പറയുന്നുണ്ട്. സെക്ഷൻ 40 പ്രകാരം എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. അതായത് occur if all partners are adjudicate insolvent or if the business become unlawful. അതായത് അവര് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് അൺലോഫുൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിലെ എല്ലാ പാർട്ട്നേഴ്സും, അതായത് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇൻസോൾവൻസ് ആണ് അല്ലെ, അവർക്ക് അവരുടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും പേ ചെയ്യാൻ എബിലിറ്റി ഇല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ്, കമ്പൽസറി ആയിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അവിടെ ഡിസോൾവ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കമ്പൽസറി ഡിസൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. Then dissolution on contingencies ആണ്. അതായത് subject to contract, a firm is dissolved by the expiry of term, completion of a venture, death of a partner or insolvency of a partner. അപ്പൊ എന്തെങ്കിലും കണ്ടിജൻസീസ് വരുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ഇൻസോൾവൻസ് ആവുകയാണ്, അല്ലെങ്കിൽ പാർട്ട്ണർ ഡെത്ത് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ വെഞ്ചർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാം, അതവിടെ ഡിസോൾവ് ചെയ്യാം. അപ്പൊ അതാണ് ഡിസൊല്യൂഷൻ ഓൺ കണ്ടിജൻസീസ് ആയിട്ട് പറയുന്നത്. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആണ്. അതായത് ഇൻ എ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എനി പാർട്ട്ണർ ക്യാൻ ഡിസോൾവ് ദി ഫേം ബൈ ഗിവിംഗ് റിട്ടൺ നോട്ടീസ് ടു അതേഴ്സ് ആണ്. അപ്പൊ അവിടെ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റു പാർട്ട്നേഴ്സിന് ഒരു റിട്ടൺ നോട്ടീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ആണ്. കോടതി എന്ത് ചെയ്യാണ്,
പാർട്ട്നേഴ്സിന്റെ ഇൻസാനിറ്റി അല്ലെങ്കിൽ അവരുടെ പെർമനന്റ് ഇൻകപ്പാസിറ്റി, മിസ്കണ്ടക്ട്, അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കോടതി തീരുമാനിക്കുകയാണ് ഈ പാർട്ട്ണർഷിപ്പ് ഇനി മുന്നോട്ട് പോവേണ്ടതില്ല. ആൻഡ് അതാണ് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ആയിട്ട് പറയുന്നത്. കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ മോഡ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, compulsory dissolution, dissolution on contingencies, dissolution by notice and dissolution by court. Okay, clear ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആൻഡ് ജനറൽ പാർട്ട്ണർഷിപ്പ്. അപ്പൊ അത് നമുക്കൊരു ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസിസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന്റെ ഡിഫറൻസിയേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ ജനറൽ പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പൊ ഗവേണിംഗ് ആക്ട് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഗവേൺ ചെയ്യുന്നത് LLP ആക്ട് 2008 ആണ്. പാർട്ട്ണർഷിപ്പ് പറയുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട് എന്താണ്? LLP എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരുന്നു. അതായത് മെമ്പേഴ്സിൽ നിന്നും എന്തായിരിക്കും? സെപ്പറേറ്റഡ് ആണ് LLP എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എന്താണ്? നോട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ബേസിസ് പറയുകയാണെങ്കിൽ ലയബിലിറ്റിയുടെ കേസിലാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി, ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ആണ്. ദെൻ പെർപച്വൽ സക്സഷൻ പറയുന്നുണ്ട്. എന്താണ് പെർപച്വൽ സക്സഷൻ പറയുന്നത്? ഹാസ് പെർപച്വൽ സക്സഷൻ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റിക്ക് പെർപച്വൽ സക്സഷൻ ഉണ്ട്. ഇൻ കേസ് ആരെങ്കിലും ഒരാൾ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അതെന്ത് ചെയ്യുന്നുണ്ട്? അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പാർട്ട്ണർഷിപ്പ് ആവുമ്പോൾ നോ പെർപച്വൽ സക്സഷൻ ആണ് പറയുന്നത്. ദെൻ ഏജൻസി റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിലോ പാർട്ട്ണർ ഈസ് ആൻ ഏജന്റ് ഓഫ് LLP ഓൺലി. LLPക്ക് മാത്രമാണ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നത്? ഏജന്റ് ആവുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്ണർ എന്താണ്? ഫേംസിനും മറ്റ് പാർട്ട്നേഴ്സിനും ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പാർട്ട്ണർ ഈസ് ആൻ ഏജന്റ് ഓഫ് ദി ഫേം ആൻഡ് അതർ പാർട്ട്നേഴ്സ് ആണ്. ദെൻ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? LLP എന്ന് പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. അപ്പൊ ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ ജനറൽ പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഗവേണിംഗ് ആക്ട് പറയുന്നുണ്ട്, ലീഗൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി, പെർപച്വൽ സക്സഷൻ, ഏജൻസി റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ. ഓക്കെ, ഇതാണ് ഡിഫറൻസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡോക്ട്രീൻ ഓഫ് കാവേജ് എംറ്റർ, ഡിസ്കസ് ഇറ്റ്സ് എക്സംഷൻ ആണ്. എന്താണ് ഡോക്ട്രീൻ ഓഫ് കാവേജ് എംറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? That means let the buyer beware. Let the buyer beware. It means that the buyer should examine the goods carefully before purchasing. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ടും അതിൻ്റെ ആ ഒരു എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ലെറ്റ് ദ ബയർ ബിവെയർ. ഇറ്റ് മീൻസ് ദാറ്റ് ബയർ ഷുഡ് എക്സാമിൻ ദി ഗുഡ് കെയർഫുള്ളി ബിഫോർ പർച്ചേസിങ്. അപ്പൊ പറയുന്നുണ്ട് ജനറലി എന്താണ്, സെല്ലർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഡിഫക്ട് ഇൻ ദി ഗുഡ്സ് ആണ്. അപ്പൊ ആ ഒരു ഗുഡ്സ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർ എന്താണ് അവിടെ റെസ്പോൺസിബിൾ അല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് എ പേഴ്സൺ ബൈസ് എ മൊബൈൽ ഫോൺ വിത്തൗട്ട് ചെക്കിംഗ് ഇറ്റ് ആൻഡ് ലേറ്റർ ഫൈൻഡ് ഇറ്റ് ഡിഫക്റ്റീവ്, ദ സെല്ലർ ഈസ് ജനറലി നോട്ട് ലയബിൾ. ഇപ്പൊ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, മൊബൈൽ ഫോണ് എന്ത് ചെയ്തു വാങ്ങി അല്ലേ, പക്ഷെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് സെല്ലറുടെ ലയബിലിറ്റി അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇതാണ് ഈ ഒരു കാവേജ് എംറ്ററിൽ പറയുന്നത്. അപ്പൊ ചില സിറ്റുവേഷൻസിൽ അതിൽ എക്സെംഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സെല്ലർ റെസ്പോൺസിബിൾ ആവുന്ന സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണ്? ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ് ആണ്. അതായത് ബയർ ഇൻഫോം ചെയ്തിട്ടുണ്ട് സെല്ലർക്ക് എന്താണ് അദ്ദേഹത്തിന്റെ പർപ്പസ് എന്നുള്ളത്. അത് അതിനുശേഷം എന്താണ് ഡിഫോൾട്ട് ആയുള്ള പ്രൊഡക്റ്റുകളാണ് സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? സെല്ലർക്കായിരിക്കും. ഇപ്പോൾ ട്രെക്കിംഗ് ഷൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ കൊടുത്തത് എന്താണ്? ഓർഡിനറി ഷൂസ് ആണ്. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി സെല്ലർക്കായിരിക്കും. ദെൻ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ദ ഗുഡ്സ് മസ്റ്റ് മാച്ച് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ബൈ ദി സെല്ലർ ആണ്.
അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷന് മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, റെസ്പോൺസിബിലിറ്റി സെല്ലർക്കായിരിക്കും. ദെൻ മെർക്കൻസൈൽ ക്വാളിറ്റി പറയുന്നുണ്ട്, അതായത് ദ ഗുഡ് ഷുഡ് ബി ഫ്രീ ഫ്രം ഹിഡൻ ഡിഫക്ട്സ് ആണ്. നമുക്ക് എന്താണ് ഹിഡൻ ഡിഫക്റ്റ് എന്നൊക്കെ ആ ഒരു ഗുഡ്സ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം. ആൻഡ് സെയിൽ ബൈ സാമ്പിൾ ആണ്. നമ്മൾ സാമ്പിൾ ക്വാളിറ്റി സെല് ചെയ്യുന്ന അതെന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഗുഡ് സപ്ലൈഡ് മസ്റ്റ് ബി ഓഫ് ദി സെയിം ക്വാളിറ്റി ആസ് എ സാമ്പിൾ ഷോൺ ആണ്. നമ്മൾ സാമ്പിൾ ആയിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കും, ആൻഡ് പിന്നീട് റിയൽ സാധനം കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, സാമ്പിളിന് യോജിച്ചതായിരിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെ പാടില്ല. സാമ്പിൾ എന്താണോ നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ ഒരു സെയിം ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഫ്രോഡ് ഓർ മിസ് റെപ്രസെന്റേഷൻസ് പറയുന്നുണ്ട്, അതായത് ഫാൾസ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഡിഫക്ട്സ് കാര്യങ്ങളോ ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുഡ്സ് അവിടെ സെല് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ലീഗൽ ആക്ഷൻസ് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കാവേജ് എംറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദ ബയർ ബി ദെയർ. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ബയറുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു ഡാമേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബയറുടെ റെസ്പോൺസിബിലിറ്റി അല്ല സെല്ലറുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ എക്സംഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ ഡെലിവറി ആൻഡ് എക്സ്പ്ലെയിൻ ദി റൂൾ റിലേറ്റിംഗ് ടു ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ എന്താണ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളണ്ടറി ആയിട്ട് പൊസഷൻസ് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ, അതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയാറുള്ളത്. ഇപ്പൊ ആക്ച്വൽ ഡെലിവറി പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്താണ്, ഒരു ലാപ്ടോപ്പ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്, അതൊരു ആക്ച്വൽ ഡെലിവറിയാണ്. നമ്മൾ ഫിസിക്കലി ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സിംബോളിക് ഡെലിവറി പറയുന്നുണ്ട്, അതായത് സിമ്പിൾ ഓഫ് ദി ഗുഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കാറിന്റെ കീ അല്ലെങ്കിൽ വെയർ ഹൗസിന്റെ കീ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യാം. അതാണ് സിംബോളിക് ഡെലിവറി ആയിട്ട് പറയുന്നത്. ദെൻ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആണ്. എ തേർഡ് പാർട്ടി എഗ്രീസ് ടു ഹോൾഡ് ദി ഗുഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ബയർ ആണ്. അപ്പൊ ബയർക്ക് പകരം ഒരു തേർഡ് പാർട്ടിയാണ് അത് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ഡെലിവറി ആയിട്ട് പറയുന്നത്, ആക്ച്വൽ ഡെലിവറി, അതുപോലെ തന്നെ സിംബോളിക് ഡെലിവറി ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇനി നമ്മൾ അതിന്റെ റൂള് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണ്, ഡെലിവറി ആൻഡ് പേയ്മെന്റ് ആർ കൺകറന്റ് ആയിരിക്കണം. നമ്മൾ എന്താ ചെയ്തിരിക്കണം, ആ ഒരു സെയിം ടൈമിൽ അവർ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ടൈമിൽ അതുപോലെ തന്നെ പ്രൈസിൽ നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്തിരിക്കണം. ആൻഡ് പാർട്ട് ഡെലിവറി പറയുന്നുണ്ട്, നമ്മൾ എന്താണ്, പകുതിയാണ് നമ്മൾ ഇപ്പോൾ ഗുഡ്സ് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും, പകുതിയാണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താണ്, ഹോൾ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. Then buyer must ask for delivery. Seller not bound to deliver the goods until the buyer request delivery. അപ്പോൾ ആ ഒരു ബയർ റിക്വസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ, സെല്ലർ അവിടെ ഡെലിവറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ബയർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും, അത് പറയും അല്ലെ, ഡെലിവറി ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് പ്ലേസ് ആൻഡ് ടൈം ഓഫ് ഡെലിവറി പറയുന്നുണ്ട്, അതായത് എഗ്രീഡ് പ്രൈസിൽ, എഗ്രീഡ് പ്ലേസിൽ, എഗ്രീഡ് ടൈമിൽ എന്ത് ചെയ്തിരിക്കണം, ഗുഡ്സ് ഡെലിവറി ചെയ്തിരിക്കണം. ആൻഡ് റോങ് ക്വാണ്ടിറ്റി ഡെലിവേർഡ് ആണ്. ഇഫ് ദ സെല്ലർ ഡെലിവർ മോർ ഓർ ലെസ് ദാൻ എഗ്രീഡ് ക്വാണ്ടിറ്റി ദ ബയർ മേ റിജക്ട് ദി ഹോൾ ഡെലിവറി ആണ്. അപ്പൊ എന്ത് ചെയ്തില്ല, ആ ഒരു എഗ്രീഡ് ക്വാണ്ടിറ്റികൾ കുറവായിട്ടാണ് സെല്ലർ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതെങ്കിൽ മൊത്തമായിട്ട് അത് റിജക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് റൂൾ ഓഫ് ഡെലിവറി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡെലിവറി ആൻഡ് പേയ്മെന്റ് ആർ കൺകറന്റ്, പാർട്ട് ഡെലിവറി, അതുപോലെ തന്നെ ബയർ മസ്റ്റ് ആസ്ക് ഫോർ ഡെലിവറി, പ്ലേസ് ആൻഡ് ടൈം ഓഫ് ഡെലിവറി, റോങ് ക്വാണ്ടിറ്റി ഡെലിവേർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ എ പ്രോമിസറി നോട്ട് ആൻഡ് ഡിസ്കസ് ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് പ്രോമിസറി നോട്ട് അല്ല അതിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അതായത് വൺ പേഴ്സൺ മേക്ക് ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ എ സർട്ടൻ സം ഓഫ് മണി ടു അനദർ പേഴ്സൺ. ഓക്കെ, ഒരാള് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു റിട്ടൺ ഡോക്യുമെന്റ്സ് ആയിട്ട് ഒരു പ്രോമിസ് കാര്യങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ഇൻ റൈറ്റിംഗ്, അതായത് ദ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഓറൽ പ്രോമിസ് ഇസ് നോട്ട് വാലിഡ്. പ്രോമിസറി നോട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കും. അവിടെ എന്താണ്,
നമുക്ക് പ്രോമിസ് ഒരു ഓറൽ പ്രോമിസ് നമുക്ക് അവിടെ വാലിഡ് ആയിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ പറയുന്നുണ്ട്. ദ പ്രോമിസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് വിതൗട്ട് എനി കണ്ടീഷൻ. അപ്പൊ ആ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം ആൻഡ് അവിടെ എന്താണ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും പാടില്ല. ദെൻ സൈൻഡ് ബൈ ദി മേക്കർ. മേക്ക് ചെയ്യുന്ന ആൾ, ഒരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്ന ആൾ മസ്റ്റ് ആയിട്ടും അത് സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സെർട്ടൈൻ പാർട്ടീസ് ഉണ്ടായിരിക്കും അല്ലെ, അതായത് മേക്കർ ഉണ്ടായിരിക്കും ആൻഡ് പേ ഉണ്ടായിരിക്കണം. അവരുടെ നെയിം കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ സെർട്ടൈൻ സം ഓഫ് മണിയാണ്, അതായത് എമൗണ്ട് പേയബിൾ മസ്റ്റ് ബി ഫിക്സഡ് ആൻഡ് സെർട്ടൈൻ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം ആൻഡ് സെർട്ടൈൻ ആയിരിക്കണം. ദെൻ ദ പേയ്മെന്റ് ഷുഡ് ബി ഇൻ ദി മണി ഓൺലി, നോട്ട് ഇൻ ഗുഡ്സ് ഓർ സർവീസസ്. പേയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ഗുഡ്സോ സർവീസസ് ആയിട്ടോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് ഇൻ ടേംസ് ഓഫ് മണി ആണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രോമിസറി നോട്ടിന്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. എന്താണ്, ഇൻ റൈറ്റിംഗ്, അതുപോലെ തന്നെ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ, സൈൻഡ് ബൈ ദി മേക്കർ, സെർട്ടൈൻ പാർട്ടീസ്, സെർട്ടൈൻ സം ഓഫ് മണി ആൻഡ് പേയ്മെന്റ് ഇൻ മണി ഓൺലി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിന്റെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഈ ഒരു ബിസിനസ് ലോയിൽ വരുന്ന മെയിൻ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.